ഹലോ നമസ്കാരം, ഏവർക്കും മാർട്ടിൻ ഷാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക് വീട്ടിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആ ഒരു സേനയുടെ കരുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ വജ്രായുധം കൂടി നമുക്ക് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ബ്രീഫ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ കാരണം അവരാണ്. അവർ ഈ കൊടും മഞ്ഞത്തും തണുപ്പത്തും ചൂടിലുമൊക്കെ കിടന്ന് നമുക്ക് വേണ്ടി ആ ഒരു പ്രവർത്തനം, ആ ഒരു രാജ്യസേവനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും സേഫായിട്ടും സെക്യൂറായിട്ടും നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും ഇരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു സേനയുടെ ആ ഒരു മാറ്റ് കൂട്ടാൻ വേണ്ടി പുതിയൊരു വജ്രായുധം കൂടി എത്തുകയാണ്. അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ എമ്പുരാൻ സിനിമയിലും സാഗരയിലെ ജാക്കി സിനിമയിലുമൊക്കെ നമ്മൾ കണ്ടൊരു സെയിം സാധനമുണ്ട്, ലേസർ അടിച്ചിട്ട് അവരിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ. അതായത് ആ ഒരു കാട്ടിൽ അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് ആ ലേസറിൻ്റെ ആ ഒരു ബീം വന്ന് വീഴുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അറ്റാക്ക് ചെയ്യാൻ അപ്പുറത്ത് ആൾ നിൽപ്പുണ്ട് എന്നുള്ള ആ ഒരു ഫീല്, അതൊരു ഭയങ്കര ഫീല് തന്നെയായിരുന്നു ശരിക്കും. ആ ഒരു സക്സസ് സീൻ, അതായത് സാഗർ ലജാക്കി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു ഭയങ്കര സക്സസ് ആയിട്ടുള്ള സീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സീൻ തന്നെ എടുത്ത് എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലും ശരിക്കും അങ്ങനെ തന്നെ പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സീനിൽ കാണിക്കുന്ന ആ ഒരു ലേസർ വെപ്പൺ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. ഇത്ര ദൂരെ നിന്ന് അവർക്ക് ഷൂട്ട് ചെയ്യാൻ എയിം ചെയ്യുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ലേസർ ബീമിനെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ലേസർ എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ് ബീമിൻ്റെ ആ ഒരു കരുത്ത് നമ്മുടെ സേനയ്ക്ക് വന്നു ചേരാൻ പോവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളതിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ പറ്റി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഒരു വാസ്തവം. ലേസർ ബീം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ചികിത്സകൾ പോലും ലേസർ എന്നുള്ള ആ ഒരു നെയിമിലാണ് വരുന്നത്. അതായത് ലേസർ കൊണ്ടുള്ള ചികിത്സകൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം അത്ര പോലും ഒരുപാട് തലങ്ങളിലേക്ക്, മനുഷ്യൻ്റെ ഒരുപാട് തലങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ആ ഒരു സംഭവമായിട്ട് ലേസർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ലേസർ വെച്ചുള്ള നമ്മളൊരു ആയുധമാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരീക്ഷണമൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു, വളരെ സക്സസ് ആയിട്ട്. അതായത് ഡ്രോണുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ ഹെലികോപ്റ്ററുകളൊക്കെ തുടങ്ങിയത് അതിർത്തി കഴിഞ്ഞിട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ സൈന്യം അവയെ കാത്തിരുന്ന് വെടിവെച്ചും അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്തുമൊക്കെയാണ് അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മാറ്റുന്നതും തീർക്കുന്നതും പൊട്ടിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കരുത്തിനൊപ്പം ഇങ്ങനെയൊരു എക്യുപ്മെൻ്റ് കൂടി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സക്സസ് ആയിരിക്കും സേനയ്ക്ക്, അല്ലെങ്കിൽ ഒരു വലിയ പവറായിരിക്കും അവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. കാരണം 5 കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് വരുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ റഡാർ വെച്ച് കണ്ടുപിടിച്ചിട്ട് ആ ലേസർ രശ്മി കൊണ്ട് ഒന്നുകിൽ അതിൻ്റെ സെൻസറിന് കംപ്ലൈൻറ്റ് വരുത്തിയിട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെ മാറ്റിവിടാനോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് തന്നെ തകർത്ത് കരിച്ച് ഭസ്മമാക്കി കളയാനോ ഉള്ള ഒരു ശക്തിയുള്ള ആ ഒരു ബീമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 30 കിലോ വാട്ട് എനർജിയിലുള്ള ഡയറക്റ്റ് എനർജി വെപ്പണാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ പരീക്ഷണമാണ് ശരിക്കും കഴിഞ്ഞത്. എങ്കിലും നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് 300 എന്നുള്ള സംഖ്യയിലുള്ള കിലോ 300 കിലോ വാട്ടിലുള്ള ആ ഒരു ലേസറിൻ്റെ ബീമുകളുള്ള അങ്ങനെയുള്ളൊരു എക്യുപ്മെൻ്റാണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. സൂര്യ എന്ന് പേരിട്ടിട്ടുള്ള ആ ഒരു എക്യുപ്മെൻ്റാണ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും വളരെ പവർഫുള്ളായിരിക്കും. അത് ഒരു ഇത്ര കിലോമീറ്റർ അകലെ വരുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ പോലും അടിച്ച് കളയാൻ പറ്റുന്ന രീതിയിൽ എവിടെയും സ്ഥാപിക്കാൻ, അതായത് കപ്പലുകളിലും ടാങ്കുകളിലും ഒക്കെ സ്ഥാപിക്കാൻ പറ്റുന്ന, അതായത് എയിം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് സെൻസറുകളും റഡാറുകളും ഒക്കെ വരുന്ന ആ ഒരു വലിയ മെഷീൻ, ഒരു വലിയ എക്യുപ്മെൻറ്റ് ആ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതിനോടുകൂടി സൈന്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഊർജ്ജം കൂടി ലഭിക്കുകയാണ്. അതൊരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മുൻനിര രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ആ ഒരു ലേസർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് നമ്മൾ കൈവരിക്കുന്നതോടെ ശരിക്കും ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് രാജ്യം ശ്രമിക്കുകയാണ്. ഇപ്പോൾ ലോക യുദ്ധങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ യുദ്ധങ്ങളിലേക്കൊക്കെയാണ് രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ശരിക്കും കിട്ടുന്ന റിപ്പോർട്ട്. നമ്മളെ യുദ്ധഭീതിയിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നെനിക്കറിയില്ല, എങ്കിൽ പോലും യുദ്ധങ്ങൾ വന്നേക്കാം എന്നുള്ളതാണ് അവസാന ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത്, അങ്ങനെ ഒരു നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഇത് വളരെ ലോ കോസ്റ്റാണ്. അതായത് മറ്റുള്ള വെടിയുണ്ട, മിസൈൽ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി അതിനെ നിർമ്മിക്കുന്നത് വെച്ച് നോക്കുമ്പോഴൊക്കെ ലേസർ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള, അല്ലെങ്കിൽ വളരെ താരതമ്യേന റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അതിൻ്റെ പവറോ നല്ല രീതിയിലുള്ള റിസൾട്ടും അതിന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. 1980കളിൽ തന്നെ അമേരിക്ക ഇതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പോഴും പറയുന്നത് അവരുടെയൊക്കെ രാജ്യങ്ങളിലുള്ളത് 60, 90 തുടങ്ങിയ കിലോ വാട്ടുകളിലുള്ള ആ ഒരു ലേസർ ബീമുകളാണ് ഞങ്ങളുടെ ഉള്ളതെന്നുള്ളതാണ് അവരുടെ രാജ്യത്തുനിന്ന് വരുന്ന റിപ്പോർട്ട്. എങ്കിൽ പോലും ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അതിനൊക്കെ മേളിൽ, അതുക്കും മേലെ
300 കിലോ വാട്ടിൻ്റെ ലേസർ ബീമുകൾ ഉണ്ടാക്കുന്ന ആ ഒരു വലിയ എക്യുപ്മെൻ്റാണ്. ശരിക്കും നിർമ്മിച്ചു കഴിഞ്ഞുവെന്നും അത് നിർമ്മിച്ചിട്ട് അതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വിടാത്തതാണെന്നും അടുത്ത് തന്നെ ആ വാർത്തകൾ പുറത്തേക്ക് വരും എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് സത്യം അറിയില്ല. എങ്കിൽ പോലും വളരെ മുന്നേറ്റമാണ് ഇന്ത്യൻ സേന അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ നിർവഹിക്കുന്ന സംഘടനകൾ ചെയ്യുന്നത്. ശരിക്കും റോ പോലുള്ള ആ ഒരു സംഘടനകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് ഇന്ത്യയുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ തീർക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഒരിടത്ത് പോലും ഇന്ത്യയുടെ റോയുടെയോ ഒന്നും പേര് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വാർത്തകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലപ്പെടുന്നവനും കൊല്ലുന്നവനും മാത്രം അറിയാം എന്താണ് കാര്യം അല്ലെ എന്താണ് സംഭവിച്ചതെന്ന് മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പലരും ഇന്ത്യയുടെ ശത്രുക്കൾ കോമൺ ശത്രുക്കളൊക്കെ കൊല്ലപ്പെടുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെ മുൻനിര സംഘടനകളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കാൻ പാകത്തിന് കേപ്പബിളായിട്ട് അവർ മുമ്പോട്ട് വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാകണം, ചോര തിളയ്ക്കുക തന്നെ വേണം. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പുതിയ എക്യുപ്മെൻറ്റുകളൂടെ വരുമ്പോഴേക്കും ശരിക്കും അതിൻ്റെ സേനയുടെ കരുത്തും ആത്മവിശ്വാസവും കൂടും എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർജിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മതങ്ങളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോഴും പല മതങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് തന്നെ ഈ പല പുസ്തകങ്ങളിലും അല്ലെ പല മതഗ്രന്ഥങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. അഗ്നി തൂണായിട്ടും അല്ലെങ്കിൽ അങ്ങനെ അഗ്നിയുടെ ആ ഒരു ഇതായിട്ടുമൊക്കെ ഹിന്ദു പുരാണങ്ങളിലാണെങ്കിലും അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുപോലെ ഈ വെളിച്ചത്തിന് അല്ലെങ്കിൽ ഈ ഒരു എക്യുപ്മെൻറ്റിന് ഒക്കെ അതിൻ്റേതായ പ്രാധാന്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നിനെയും നമ്മൾ പുകഴ്ത്തിയോ കീഴ്ത്തിയോ പറയുകയല്ല. എങ്കിൽ പോലും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ സക്സസ് ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തും അല്ലെങ്കിൽ പുതിയത് കണ്ടുപിടിച്ചും ഒക്കെ കൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലൊക്കെ വരുന്നതോടെ ശരിക്കും ഒരു വലിയ പവറായിട്ട് നമ്മൾ ഇന്ത്യ മാറുകയാണ്. ഇന്ത്യ മാറണം, ഇനിയും മാറണം. കാരണം ഒരുപാട് തൊഴിലവസരങ്ങളും ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പായി മുമ്പോട്ട് വരണം. അപ്പോൾ അതിനുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളും ഇങ്ങനെയുള്ള ആയുധങ്ങളുമൊക്കെ വളരെ എഫിഷ്യൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ആധികാരികതയോ അതിൻ്റെ സ്ഥാപനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെയുള്ളൊരു സന്തോഷത്തിൻ്റെ പുറത്ത് ഈ ഒരു എക്യുപ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു പുതിയ എക്യുപ്മെൻറ്റ് വരുന്നു എന്നുള്ള കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇതിന് ഡീറ്റെയിൽ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.